ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജിൽ ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു മാറിപ്പോവാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻസ് വരാത്തത്, മാറ്റങ്ങൾ വരാത്തത്, എന്തെങ്കിലും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് മാറിപ്പോകുന്നേ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. എന്താണ് അഡ്വൈസ് യൂണിവേഴ്സിന് വരുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ജനറൽ ഗൈഡൻസ് ആയിട്ട് നോക്കാം. അത് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ആയാലും ശരി, നിങ്ങൾ മെൻ്റലി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അങ്ങനെ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് മെൻ്റലി ആൻഡ് ജോലിയുടെ കരിയറിൻ്റെ റിലേഷൻഷിപ്സിൽ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, 7 of Wands, 5 of Pentacles, 6 of Swords, Knight of Wands, Knight of Cups, Strength, 6 of Cups, Hermit, 3 of Wands and 2 of Pentacles. Again ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ എനർജി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 9 of Swords. ഓക്കെ, അഗെയിൻ ഇവിടെ ഒരു തീരുമാനം എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു തീരുമാനം ഐ തിങ്ക് ഇതൊക്കെ 2-3 ദിവസമായിട്ട് ഐ തിങ്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഒരുപാട് ഐ തിങ്ക് ആലോചിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ സ്ട്രെസ്സ് നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, എന്താവും എന്നുള്ള ഒരു മെയിൻ വറിയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. ഒരു ഉറക്കമില്ലായ, രാത്രി പോലും ഉറക്കമില്ലാതിരിക്കുക, എന്നോ അത്രത്തോളം ആലോചിച്ച് ഉറക്കം പോലും പോവുക എന്ന രീതിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഇവിടെ. സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയും, പക്ഷേ അത് മാത്രം ആവണമെന്നില്ല. എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി എന്തെങ്കിലും നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുന്നത് ശരിയല്ല, ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവുന്നില്ല, ബെറ്റർ ആവുന്നില്ല, റിലേഷൻഷിപ്സിലായാലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്ട്സ് വന്നുകൊണ്ടിരിക്കുക, ഓഫീസിലായാലും നിങ്ങൾക്കൊരു വേണ്ടത് ഡിസേർവിങ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുക, അവിടെ ചില വേദനകൾ കിട്ടാം, എന്ത് തന്നെയായാലും ഓക്കെ, അങ്ങനത്തെ വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിഷമങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ സ്റ്റാൻഡ് എടുക്കാൻ പേടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള പേടിയാണ് എനിക്ക് കാണുന്നത്. 5 of Pentacles എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ലോസിൻ്റെ കാര്യമാണ് പറയുക. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഫൈനാൻഷ്യൽ ലോസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പേഴ്സണിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നഷ്ടപ്പെടുമോ, അവർ എന്നെ എന്താ പറയുക, അവരുടെ അടുത്ത് നിന്ന് അകലേണ്ടി വരുമോ എന്നുള്ള പേടി. അതായത് നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളെ എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് വയ്ക്കാം, അത് ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടതുണ്ടാവും, നിങ്ങളുടെ ഭാഗം നിങ്ങൾ വെക്കേണ്ടതുണ്ടാവും. അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്. കാരണം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ വിട്ടുപോവോ എന്നുള്ളൊരു പേടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ പുറത്തായി പോവോ, നിങ്ങൾ തനിച്ചായി പോവോ എന്നുള്ളൊരു പേടിയാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും മൂവിങ് ഓൺ നമുക്കൊരു പീസ് വരും എന്ന രീതിയിലാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ, നിങ്ങൾ ആ ഒരു സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാൻഡ് എടുക്കേണ്ട അവിടെ നിങ്ങൾ എടുക്കുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. നിങ്ങളെ വിട്ട് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കില്ല, അവർ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതും പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകും, എന്നെ അവർ പുറത്താക്കും. ആ പേടി കൊണ്ട് നിങ്ങൾ ഐ തിങ്ക് നിങ്ങളൊരു സമാധാനം കീപ്പ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതായത് മറ്റുള്ളവർക്കെല്ലാം വിട്ടുകൊടുക്കുക, അവർക്ക് വേണ്ടത് അവർ ചെയ്തോട്ടെ, ഓക്കെ കുഴപ്പമില്ല, ഞാനിവിടെ വേദനയും വെച്ച് ഇപ്പം അങ്ങനെയാണ് ഇപ്പം എനിക്ക് കാണുന്നത് സത്യം പറഞ്ഞാൽ. ഓക്കെ, സോ ഇതുണ്ട്, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. സോ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഓപ്പൺ അല്ല എന്നാണ് അർത്ഥം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, എനിക്ക് വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് അവിടെ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഓക്കെ, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിങ്ങനെ ശരിയല്ല എന്ന്, എൻ്റെ അടുത്ത് ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ അടുത്തുള്ള ഈ ബിഹേവിയർ ശരിയല്ല, എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എനിക്കിങ്ങനെ വേണ്ട എന്നൊക്കെ പറയാൻ, എന്തു ആയാലും നിങ്ങൾ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, എനിക്ക് ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. നൈറ്റ് ആണ് രണ്ടും. ഓക്കെ,
ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വരുന്നത് എന്ന് പറയാനാണ് നോക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ കാര്യം ആണ് ഇവിടെ കാണുന്നത് എനിക്ക് ആക്ച്വലി. യെസ്, നിങ്ങൾക്കിത് സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ഇതിലേക്ക് പോവും. നിങ്ങൾക്കൊരു ഐ തിങ്ക് നിങ്ങളൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുണ്ട്. ദാറ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടങ്ങൾ അതിനു വേണ്ടി ഒന്ന് സംസാരിക്കുക, പറയുക കാര്യങ്ങൾ, അതിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക. ചില സിറ്റുവേഷനിൽ നിങ്ങൾ തോന്നുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നായിരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കൂ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ സംഭവിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി ഒന്ന് മാറ്റർ ചെയ്യണ്ടേ, നിങ്ങളുടെ ഒരു കംഫർട്ട് കൂടി ചില സമയത്ത് മാറ്റർ ചെയ്യണ്ടേ. എപ്പോഴും അല്ല കേട്ടോ, എപ്പോഴും നമ്മൾ വാശി പിടിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടി അവിടെ വേണ്ട ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് പേടി എന്താണെന്ന് വെച്ചാൽ അവർ എന്നെ വിട്ടു പോകും, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിട്ടു പോകുന്നു മാത്രമല്ല. ഓക്കെ, ജോലിയുടെയൊക്കെ കാര്യങ്ങളാകുമ്പോൾ സൂക്ഷിക്കാം. ഓക്കെ, ഇനി ജോലി പോയി എന്ന് പറഞ്ഞിട്ട് ഈശ്വര അത് പ്രശ്നമാവണ്ട. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ബേർഡൻ നിങ്ങളുടെ മേലെ കൂടുതൽ വരുന്നു. ഓഫീസിൽ നിങ്ങളുടെ മേലെ ഒരുപാട് ജോലി ബേർഡൻ നിങ്ങളുടെ മേലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ദാറ്റ് എനിക്ക് ഇത്രത്തോളം പറ്റും, ഞാൻ ഇത്രത്തോളം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് കൂടി ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കുക. വേറൊരാളോട് കൂടി നിങ്ങൾ കൂടി കുറച്ച് എൻ്റെ ഷെയർ അവർ വേറെ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ടതുണ്ടാവും. പക്ഷെ അതുപോലെ നിങ്ങളടുത്ത് മേ ബി നിങ്ങളുടെ മേലിടുന്നുണ്ടാവും റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഞാൻ എന്തൊക്കെയോ എനിക്ക് സിനാരിയോസ് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, മുന്നോട്ട് ഇവിടെ നിങ്ങൾക്ക് നല്ലത് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ആക്ച്വലി നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ലൊരു ഓഫർ വരാനുള്ള സാധ്യതയാണ്. ആരെങ്കിലും ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വരാനുണ്ട്. ഓക്കെ, വരുന്നുണ്ട്, ഗ്രോത്ത് ഐ തിങ്ക് വരും. കാരണം നമ്മൾ ഇങ്ങനെ കുറേ ഇങ്ങനെ പറയില്ലേ, വേദനിച്ച് അവസാനം നമ്മളൊരു സ്ട്രെങ്ത്ത് ആക്ച്വലി ഞാൻ ഇന്നലെ വായിച്ചതായിരുന്നു. ഇന്നലെ ഒന്നുമല്ല, ഞാൻ രാവിലെ കണ്ടൊരു പോസ്റ്റായിരുന്നു. എന്നിട്ട് നമ്മളങ്ങനെ ഒരുപാട് വേദനിച്ച് അവസാനം കല്ലായി തുടങ്ങും. ആ കല്ലായി തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ പറയും നമ്മുടെ ഉള്ളിൽ കല്ലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേലത് ബ്ലെയിമും വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കുകയാണ് അല്ലേ. സോ ആ രീതിക്ക് ഒരു ഫീലിംഗ് വന്നു എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ച് അവസാനം ഐ തിങ്ക് ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ ഗെയിൻ ചെയ്യും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളങ്ങനെ തുടങ്ങുക, കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ ചെയ്തു തുടങ്ങുക ഓരോ കാര്യങ്ങൾ. 6 ഓഫ് കപ്സ് പറയുന്നുണ്ട്, ഹെർമിറ്റ് ആൻഡ് 3 ഓഫ് വോൺസ്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സ് നമ്മൾ നോസ്റ്റാൾജിയ എന്ന് പറയും. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു കുട്ടി എന്ന് പറയില്ലേ, ഇന്നർ ചൈൽഡ് വൂൺസ് നമുക്ക് എല്ലാവർക്കും ആക്ച്വലി മെജോറിറ്റി ഈ ഇമോഷണൽ ആവുന്ന ആൾക്കാർക്ക്, ഓക്കെ, ഒരു 90% ഇമോഷണൽ ആവുന്ന ആൾക്കാരും ഇമോഷണലി നമ്മൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ട് അനുഭവിച്ച ചില കാര്യങ്ങൾ, നമുക്ക് കിട്ടാതെ പോയ ചില കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അത് അതാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടിയില്ല ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല, നമ്മളെ ആരും വാല്യൂ ചെയ്തിട്ടില്ല, നമ്മളൊരു രണ്ടാമത് ആയി പോയി എന്നൊരു തോന്നൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറയും. ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ആക്ച്വലി അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ചില സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും പറയാൻ പറ്റാത്തത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തിനാണ് നിങ്ങൾ സഹിച്ചു നിൽക്കുന്നത്, എത്രത്തോളം. ഓക്കെ, കുറച്ചൊക്കെ ചെയ്യണം, വേണ്ടെന്നല്ല, പക്ഷെ എത്രത്തോളം. ഓക്കെ, അത് നിങ്ങളെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന അവസ്ഥ വരെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്. ഓക്കെ, അത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക എന്നാ പറയാം. ഓക്കെ, അതായത് ഒന്ന് നമ്മൾ സമാധാനം ആഗ്രഹിച്ച് നമ്മൾ പറയും, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ട് ഇനിയിപ്പോൾ വെറുതെ ഓരോന്ന് വയ്യ, എനിക്ക് വെയിറ്റ് എടുക്കാൻ വയ്യ എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് വേറെ കാര്യമുണ്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് വെക്കുക. ഓക്കെ, അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓക്കെ ഞാനെല്ലാം വിട്ടൊക്കെ കൊടുത്ത് നിന്നാൽ അവർ അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലും എന്നെ കെയർ ചെയ്യും, എപ്പോഴെങ്കിലും എന്നോടൊരു വാല്യൂ എന്നെ മനസ്സിലാക്കും, ഓഫീസിലായാലും ശരി എവിടെയായാലും ശരി ഞാനെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് എവിടെയോ നിങ്ങളുടെ ഉള്ളിലെ ആ ലാക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ഇതാണ് കാണുക. എനിക്കിതെന്തോ ഇത് കണ്ടപ്പോൾ ഇന്ന് ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ കാര്യം തോന്നി. ഇത് രണ്ടും കണ്ടപ്പോൾ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ശരിക്കും ഒറ്റയ്ക്കാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, എവിടെയോ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ളത് പക്ഷേ ഒരു കണക്കിന് നിങ്ങൾ ചെയ്യേണ്ടത്
എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്റ്റാൻഡ് എടുക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റാത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ ഇവിടെ ആ രീതിക്ക് ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ മെയിൻ കാര്യം എനിക്ക് കണ്ടത് നിങ്ങൾക്ക് അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ സ്ട്രെങ്ത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരാം. നമ്മൾ കാണിക്കേണ്ട അവിടെ അത് നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട അവിടെ നമ്മൾ നിൽക്കാൻ തന്നെ പറ്റിയാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് വലുതും വരുള്ളൂ, ഹാപ്പിനെസ് വരുള്ളൂ, സമാധാനം വരുള്ളൂ. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും വിട്ടുകൊടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ടാന്നല്ല, ഓക്കെ എല്ലാവരും കൂടെ വന്ന് എന്നെ വേറെ ആരെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നെ വന്ന് തല്ലാൻ വരും. പക്ഷേ അത്യാവശ്യം നമ്മൾക്ക് വേണ്ടി ഒരു പറയാൻ കൂടി നമ്മൾക്ക് കഴിയണം. നമ്മുടെ കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് കുറച്ച് ഇൻട്രോസ്പെക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇതിനെക്കുറിച്ചൊരു സെൽഫ് ലവ് നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണിത്. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എത്രയും വേഗം ഞാൻ ഇടാൻ ശ്രമിക്കാം. റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടൈം വേണം, പക്ഷേ അതിനതുകൊണ്ടാണ് ഞാൻ ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം നിങ്ങൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റാത്ത കാര്യം, നിങ്ങൾക്ക് ഓഫീസിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ബേർഡൻ നിങ്ങളുടെ മേലെ വരുന്നു, ഫാമിലിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല, ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണു, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അങ്ങനെ പലതും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന ലെവലാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അവനവന് വേണ്ടി ചെയ്യാം. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ ഇപ്പോൾ ഇത്. ഓക്കെ, നിങ്ങളൊന്ന് കുറച്ച് സൈലൻ്റായി ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ അവനവനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ സന്തോഷം ഏതിലാണ് എന്നൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. ആൻഡ് അതിന് ചില പ്ലാനിങ് ഒക്കെ ചെയ്ത് 3 months പറയുമ്പോൾ പ്ലാനിങ് ആണ്. ഓക്കെ, പ്ലാനിങ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് പുറത്ത് വരാൻ ഐ തിങ്ക് നിങ്ങൾ ചില എഫേർട്സ് എടുക്കേണ്ടതുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് പ്ലാനിങ് നിങ്ങൾ ആലോചിക്കുക. എന്താ എനിക്ക് വേണ്ടതിന് കൂടി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എതിർത്തിട്ടാവണ്ട, അവരെ വേദനിപ്പിച്ചിട്ടാവണ്ട, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു മീഡിയം, ഒരു ലൈനിൽ കൂടി പോകണ്ടേ. അവരുടെ സന്തോഷങ്ങളും നടക്കണം, എൻ്റെ സന്തോഷങ്ങളും നടക്കണം. അങ്ങനെ നമ്മൾ ആലോചിച്ചൂടെ? അങ്ങനെ നമുക്ക് ആവാം, തെറ്റില്ല. ഓക്കെ, സോ ഐ തിങ്ക് ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ എടുക്കാനുണ്ട്. ഓക്കെ, അതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് വരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരും എന്നാണ് പറയുന്നത്. കാര്യങ്ങളെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ആക്ച്വലി ഇവിടെ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പുതിയത് വരുന്നുണ്ട്, ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഓഫർ വരുന്നുണ്ട്, ചില മുന്നോട്ടൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ലൈഫിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ അതിന് തടസ്സം ഇവിടെ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ചിലത് നഷ്ടപ്പെടും എന്ന പേടിയിൽ നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വേദനകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇന്നത്തെ റീഡിങ് അത് വളരെ അങ്ങനത്തെ ഒരു റീഡിങ് ആയിപ്പോയി. ശരി, ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് മാറാത്തത്? നമ്മളെപ്പോഴും മറ്റുള്ളവർ, ഓക്കെ ഞാനതുകൂടി പറയാം, നമ്മൾ മറ്റുള്ളവരെ പുറമേ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്നെ വാല്യൂ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അവനവന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് മറ്റുള്ളവർ കാണുള്ളൂ, മറ്റുള്ളവർ അപ്പോഴേ നിങ്ങൾക്ക് വാല്യൂ തരുള്ളൂ, ഇമ്പോർട്ടൻസ് തരുള്ളൂ. അതങ്ങനെയാണ്, ഫാക്ട് അങ്ങനെയാണ്. നിങ്ങൾ അവനവനെ തന്നെ നിങ്ങൾ വാല്യൂ കൊടുക്കാതെ മറ്റൊരാളും നിങ്ങളുടെ വാല്യൂ കാണില്ല, അങ്ങനെയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഒരു ദിവസം കൊണ്ടുവരാം. തൽക്കാലം ഓക്കെ, നമുക്ക് ഗണേഷ് ജി എന്താ പറയുന്നത് നോക്കാം. ഗണേഷ മെസ്സേജസ് എന്ന് നിങ്ങളോട് എന്താ അഡ്വൈസ് പറയുന്നത്? നിങ്ങൾക്കൊരു അഷ്വറൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? സ്പിരിച്വൽ ക്വസ്റ്റ്. ഓക്കെ, സ്പിരിച്വൽ പ്രാക്ടീസ് രണ്ടും വന്നു. ഓ ഓക്കെ, ഡിസിഷൻ, 2 of Pentacles. എംപവർമെന്റ്, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, നേച്ചർ. എത്ര മാച്ചായിട്ടാണ് വരുന്നത് നോക്കൂ കാർഡ്സ്, എത്ര മാച്ചായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത കാർഡ്സിൽ വന്നത് ഇത് ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, നമ്മുടെ 6 of Cups എനർജി ആയിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇന്നർ ചൈൽഡ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് എന്ന് പറയില്ലേ, അവിടെ എവിടെയോ നിങ്ങൾക്ക് കിട്ടാതെ പോയ ചില കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും തേടി നടക്കുന്നത്. അത് പുറമെയാണ് നിങ്ങൾ തേടുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അത് നിങ്ങൾക്ക് അവനവന് കൊടുക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. എപ്പോഴും നമ്മൾ പുറമേ എന്തിലെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അവനവനെ വേണ്ട കെയർ, അവനവനെ വേണ്ട സ്നേഹം, അവനവനെ വേണ്ട റെസ്പെക്റ്റ്, വാല്യൂ എന്ത് തന്നെയായാലും അത് നിങ്ങൾ അവനവന് കൊടുക്കാം.
ഓക്കെ. ആൻഡ് ഇവിടെ ന്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇത് വേറെ ആൾ നിങ്ങളെ ന്യൂച്ചർ ചെയ്യുന്നതല്ല. ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ വരാറുള്ളത്, നിങ്ങൾ അവനവനെ കെയർ ചെയ്യാം. ഓക്കെ. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയർ നിങ്ങൾ അവനവന് കൊടുക്കുക. ഓക്കെ. ആൻഡ് എംപവർമെൻറ്റ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അവനവനെ അക്സെപ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, തെറ്റും കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ ആ കുറവുകളോട് കൂടി നിങ്ങൾ അവനവനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചില കഴിവുകളുണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചു പോകും. ബിക്കോസ് നിങ്ങൾ മറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവനവൻ്റെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ. ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ വരും. അതിന് കുറച്ച് നിങ്ങളോട് പറയുന്ന സ്പിരിച്വൽ ക്വസ്റ്റും സ്പിരിച്വൽ പ്രാക്ടീസും ഉണ്ട്. ഞാൻ നേരത്തെ ഹെർമിറ്റ് കാർഡ് ഉണ്ടായിരുന്നപ്പോൾ ഞാനത് മനസ്സിൽ വിചാരിച്ചാണ്. നിങ്ങൾ അവനവനെ നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. എവിടെയോ നിങ്ങൾ ദൈവത്തിന്, ഈശ്വരനിലേക്ക് കൂടി, യൂണിവേഴ്സൽ പവറിലേക്ക് കൂടി നിങ്ങൾ കുറച്ച് അടുക്കേണ്ടതുണ്ട്. അതിന് ചില സ്പിരിച്വൽ പ്രാക്ടീസസും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ. നിങ്ങൾ സ്പിരിച്വലി ഒന്ന് ഗ്രോ ആവുമ്പോൾ, ഐ തിങ്ക് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കുറച്ചുകൂടി കണക്ട് ആവുമ്പോൾ എവിടേക്കോ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരും. ഓക്കെ. ഇത് രണ്ടും പറയുന്നുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ദാറ്റ് പ്രാക്ടീസസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡെയിലി കുറച്ച് നേരം മെഡിറ്റേഷൻ അങ്ങനെ പെട്ടെന്ന് എടുത്തടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് ബ്രീതിങ് മാത്രം. ഓക്കെ. ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് മാത്രം. പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കൂ, കിട്ടും. ഓൾറെഡി അറിയായിരിക്കും പലർക്കും, എന്നാലും ഞാൻ പറയുന്നു. പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ച് തുടങ്ങൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെഡിറ്റേഷനിലേക്കും അങ്ങനെ ഓരോ കാര്യത്തിലേക്കായിട്ട് കുറച്ചുകൂടി ഒന്ന് അതാക്കാൻ നോക്കൂ. ഓക്കെ. ആൻഡ് ഡിസിഷൻ, യെസ്, നിങ്ങൾ തീരുമാനം നിങ്ങളുടെയാണ്. നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ഐ തിങ്ക് ആ തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട് ഇവിടെ. എനിക്കതാ തോന്നുന്നത്. ഓക്കെ. സോ ഇന്നർ ചൈൽഡ് വൂൺസിനെ കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്താണ് ഇന്നർ ചൈൽഡ്, എന്താണ് എന്നൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഓക്കെ. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ലെക്ചർ വീഡിയോസ് ആയിപ്പോവും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം, താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഓക്കെ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ എല്ലാവരുടെയും ലൈഫിൽ. നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ. യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.